എന്തു പരിശോധന എല്ലാം കൈക്കൂലി മേടിച്ചുള്ള പരിപാടികളല്ലേ. അങ്ങനെ ഉണ്ടായി ഫിറ്റ്നസ് പോലും ഇല്ലാതെ ടിപ്പർ ഓടുവോ? ഭയങ്കര സ്പീഡിലായിരുന്നു അവർക്ക്. വല്ലാത്ത കഷ്ടം എന്ന് പറഞ്ഞാൽ വല്ലാത്ത കഷ്ടം. പിഞ്ചു കുഞ്ഞുങ്ങൾ രാവിലെ ഒരുങ്ങി സന്തോഷമായിട്ട് സ്കൂളിൽ പോകാൻ വന്ന് നിൽക്കുകയായിരുന്നു. വലിയവരും കാണും, പക്ഷെ വലിയവരെങ്കിലും ചാടി മാറി കാണും. പക്ഷെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ അതിൽ പെട്ടുപോയി. എന്തു പരിശോധന എല്ലാം കൈക്കൂലി മേടിച്ചുള്ള പരിപാടികളല്ലേ. പരിശോധന എന്തു എല്ലാം കൈക്കൂലി മേടിച്ചല്ല. അങ്ങനെ ഉണ്ടായി ഫിറ്റ്നസ് പോലും ഇല്ലാതെ ടിപ്പർ ഓടുവോ? സാധാരണ നമ്മൾ ടിപ്പർ ഓടുന്ന സമയം എത്ര മണിക്കാ? 6 മണി തൊട്ടും 5 മണി വരെ കണ്ട് ഓടലെന്നല്ലേ പറഞ്ഞു. ഈ സംഭവം നടക്കുന്ന 6:30 സമയത്താണ്. ഇത് അമ്പലപ്പുറത്ത് നിന്ന് വരുന്ന വണ്ടിയായിരുന്നു ടിപ്പർ. ഈ അമ്പലപ്പുറത്ത് നിന്ന് വരുന്ന വണ്ടിയാ വന്ന് മണ്ണെടുത്ത് നമുക്ക് എങ്ങോട്ടാ കൊട്ടാരക്കലോട്ടല്ലടാ പോണ്ടേ. കൊട്ടാരക്ക പോയ സമയത്ത് ഈ സംഭവം നടക്കുന്നത്. എന്തായാലും മൂന്ന് പേര് മരിച്ചെന്നല്ലേ? 3-4 പേരോ അല്ലേടാ? ഒരു കൺട്രോളില്ലാതെ ഫിറ്റ്നസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞത്. കരുനാപ്പള്ളിയിലുള്ള ഒരു വണ്ടിയാണ് നമ്മളെ അറിയപ്പെട്ടത്. സംഭവം എന്ന് പറഞ്ഞാൽ നിയന്ത്രണം വിട്ട് വന്ന് ഇടിച്ചെന്നാ പറഞ്ഞത്. അപ്പം ഒരു ബുള്ളറ്റ് വന്ന് വെട്ടിച്ചങ്ങോട്ട് മറിഞ്ഞെന്നാ നമ്മളിപ്പോൾ ഇതായിട്ട് അറിയപ്പെട്ടത്. അപ്പം വൃത്തിയാക്കുമെന്ന് വിചാരിച്ചാൽ അത് ഇതുപോലെ തന്നെ കിടക്കുക. എന്തോയം പറ്റും? അന്ന് 3 പേര് മരിച്ചു. ഇവിടുത്തെ സ്ഥിരം റോഡിന്റെ ശൈലി ഏത്? എന്തോ ചെയ്യാനപ്പോ. നല്ല റോഡിനകത്ത് കൊണ്ടുവന്ന് അറിയും, ഈ കുളമായി കിടക്കുന്ന റോഡിന് അറിയത്തില്ല. എന്തോ ഒരു പറയുന്നത് എന്തോ ഇങ്ങോട്ട് എടുത്തോണം. ഇവിടെ തന്നെ ഇപ്പൊ നമ്മള് പറയുവാണെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഈ റോഡ് തന്നെ മോശമാണ്. ഇപ്പൊ തന്നെ നമ്മള് ഇപ്പൊ ഈ ഒരു 8 മാസമായി കാണും. തൊട്ട് താഴെ തന്നെ ഒരു 3 പേര് ആക്സിഡന്റ് മരിക്കുകയും ചെയ്ത്. റോഡിൽ സാധാരണ ഇങ്ങനെ എപ്പോഴും സംഭവിക്കുന്ന ഒരു ഐറ്റമാണ്. പക്ഷെ ഇത് ഓവർ സ്പീഡിൽ വന്നെന്നാ പറയുന്ന വണ്ടി ഭയങ്കര സ്പീഡിലായിരുന്നു. അവർക്ക് വല്ലാത്ത കഷ്ടം എന്ന് പറഞ്ഞാൽ വല്ലാത്ത കഷ്ടം. പിഞ്ചു കുഞ്ഞുങ്ങൾ രാവിലെ ഒരുങ്ങി സന്തോഷമായിട്ട് സ്കൂളിൽ പോകാൻ വന്ന് നിൽക്കുകയായിരുന്നു. വലിയവരും കാണും, പക്ഷെ വലിയവരെങ്കിലും ചാടി മാറി കാണും. പക്ഷെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ അതിൽ പെട്ടുപോയി. കുഞ്ഞുങ്ങൾ വെട്ടും, പക്ഷെ കുഞ്ഞുങ്ങൾ വെട്ടാലും വീടെങ്കിലും ഇടിച്ച് നിരത്തും. അതിനൊക്കെയായിരുന്നു വണ്ടി വന്നത്. അതിൽ മൊത്തം ഇടിച്ച് നിരത്തി. ഓവർ സ്പീഡായിരുന്നു. ഓവർ സ്പീഡായിട്ട് വന്ന് ഒരു ബൈക്കിൽ വന്ന് ഓവർ സ്പീഡ് എന്ന് പറഞ്ഞാൽ അവർ വിചാരിക്കും ഞങ്ങൾക്ക് ഒരു ട്രിപ്പ് കൂടെ അധികം അടിക്കാമല്ലോ. അത്രയും സ്പീഡ് അല്ല, അധികം സ്പീഡിൽ പോകുന്നു. അത്രയും അധികം അതൊന്നിപ്പം എപ്പോഴും അവര് എവിടെല്ലാം നോക്കും. അവർ ഒരാളുടെ പുറയിൽ ഒരു പോലീസ് എന്ന് പറഞ്ഞ് നിൽക്കാൻ ഒക്കത്തില്ലല്ലോ. പോലീസുകാർക്ക് അവർ ഇതെല്ലാം ഡ്യൂട്ടികളാ. പിന്നെ അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു. എന്നാലും എത്ര കൺട്രോൾ ചെയ്യാൻ നോക്കും. ഈ റോഡിന്റെ അവസ്ഥ അവര് എന്നും ഇതില് പട്രോളിംഗ് ഉണ്ട്. ഈ റോഡിന്റെ അവസ്ഥ വെറും മോശമാണ്. കാരണം ഈ താർ ചെയ്യേണ്ടാത്ത ഭാഗമെല്ലാം കാരണം ഒരു 1/4 ഇഞ്ച് കനത്തി ഇച്ചിരി പപ്പടന്മാര് കാണിച്ചിട്ട് അങ്ങനെ താർ ചെയ്തതായിട്ട് കാണിക്കും. കുഴിയുള്ള ഭാഗങ്ങളൊന്നും അടയ്ക്കത്തില്ല. കുഴിയുള്ള ഭാഗം എപ്പോഴും അതേപോലെ തന്നെ കിടക്കും. കാരണം അതിന് മെറ്റീരിയൽ അധികം വേണം. എല്ലാവരും കാണിക്കാനായിട്ട് പിന്നെ വർക്കുകൾ ചെയ്യും, അല്ലാതെ യഥാർത്ഥ പണിയൊന്നും നടക്കുന്നില്ല.